വിശേഷപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളിന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. കാവും ഭാഗത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹനീയമായൊരു മുഹൂർത്തമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ കുട്ടിയായിട്ടുള്ള കുമാരി അഷിക വളരെ ഉന്നതമായിട്ടുള്ള ഒരു വിജയം ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരു സ്വർണ്ണ മെഡലും 2 വെള്ളി മെഡലും നേടിക്കൊണ്ട് വളരെ വമ്പിച്ച ഒരു വിജയം നേടി നമ്മുടെ നാടിൻ്റെ തിലകക്കുറിയായി മാറിയ സന്ദർഭമാണ്. ഈ ഏറ്റവും സന്തോഷകരമായിട്ട് നമ്മുടെ എല്ലാവരുടെയും സന്തോഷമായിട്ടുള്ള ഈ അഭിമാന മുഹൂർത്തത്തിൽ ഇങ്ങനെയൊരു അനുമോദന സമ്മേളനം ചേരണം, ഗംഭീരമായിട്ടുള്ളൊരു വരവേൽപ്പ് നൽകണം എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഷിക കൂടി അംഗമായിട്ടുള്ള കാവുംഭാഗം ചേതക് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും കുമാരി അഷികക്ക് ഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. ഈ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി സമീപിച്ച സമയത്ത് എല്ലാ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാവരുടെയും സഹകരണം ഈ സംഘാടക സമിതിക്ക് ലഭിക്കുകയുണ്ടായി എന്ന് സന്തോഷപൂർവ്വം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ അനുമോദന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് തലശ്ശേരിയുടെ ആദരണീയ ചെയർപേഴ്സൺ ശ്രീമതി ജമുന റാണി ടീച്ചറാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. അഷിക സന്തോഷിനെ കുറിച്ച് 2 വാക്ക് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇവിടെ നിൽക്കുന്നത്. സാധാരണഗതിയിൽ വലിയ ഉന്നതങ്ങൾ കീഴടക്കുന്നവരെ ഭംഗ്യന്തരേണ ചില വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ജന്മന വളരെയേറെ ശ്രദ്ധേയമായ പലതരം കാര്യങ്ങളും പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ ഭംഗ്യന്തരേണ ചില സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അഷികയെ സംബന്ധിച്ച് കുട്ടിക്കാലം മുതൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. എൻ്റെ അയൽവാസി എന്നുള്ള നിലയിലും ഒരുമിച്ച് നമ്മുടെ കുട്ടികളോടൊപ്പം വളർന്ന ഒരു കുട്ടി എന്നുള്ള നിലയിലും ഒക്കെ വളരെ കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അഷികയുടേത്. ഞാനിവിടെ അഷിക ഇന്ന് കൈവരിച്ചിട്ടുള്ള പടിപടിയായ നേട്ടങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അഷിക അവളുടെ കഴിവ് മറ്റൊരു മേഖലയിലാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കായി നടത്തുന്ന ചിത്രരചനാ മത്സരത്തിൽ ഏറ്റവും മികവുറ്റ ചിത്രമായി തൻ്റെ ചിത്രം മാറുകയും അങ്ങനെ കേരള സംസ്ഥാന ശിശു വികസന വകുപ്പ് അഷിക വരച്ച ചിത്രത്തെ ആ വർഷത്തെ ശിശുദിന സ്റ്റാമ്പ്, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്തൊരു സ്റ്റാമ്പ് വാങ്ങാറുണ്ട്. അത്തരത്തിൽ അഷിക വരച്ച ഒരു സ്റ്റാമ്പ് അന്ന് മുഴുവൻ കേരളത്തിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും അധ്യാപകരും എല്ലാം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ചെറുപ്രായത്തിൽ ചിത്രരചനയിൽ ചെറക്കര സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ചുകൊണ്ട് അവിടുത്തെ ഗുരുനാഥന്മാരിൽ നിന്ന് ബാലപാഠങ്ങൾ സ്വീകരിച്ച് വളർന്ന അഷിക ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായിയുടെ തലശ്ശേരി കേന്ദ്രത്തിൽ പരിശീലനത്തിനും പോവുകയുണ്ടായി. അവിടെ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന വിഷയം ജിംനാസ്റ്റിക്സ് ആയിരുന്നു. ആ ജിംനാസ്റ്റിക്സിൽ വളരെ മികവാർന്ന വിജയം സ്കൂൾ തലത്തിലും ആദ്യഘട്ടത്തിൽ കോളേജ് തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലുമൊക്കെ അഷിക സ്വന്തമാക്കുകയുണ്ടായി. പിന്നീടാണ് ബ്രണ്ണൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
അഷിക പവർ ലിഫ്റ്റിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ പവർ ലിഫ്റ്റിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞ അഷിക വെച്ചടി വെച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുളശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം, കാവുംഭാഗം പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം അഷിക കൈവരിച്ചിട്ടുള്ള ഓരോരോ ചെറിയ നേട്ടങ്ങളെയും വലിയ നേട്ടങ്ങളെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കണ്ടുകൊണ്ട് അഷികയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഒരു സമൂഹമാണ് നമ്മുടെ കുളശ്ശേരി നിവാസികൾ. അത് അഷികയുടെ ഇന്നത്തെ ഉന്നതമായ വിജയത്തിന് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട എവരുടെയും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ, വാർഡിൻ്റെ ജനപ്രതിനിധി ഷീജ ഉൾപ്പെടെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള നാട്ടുകാരെ, ഒരു അത്ലറ്റിന് ജന്മനാട്ടിൽ കിട്ടുന്ന ഈ ഒരു സ്വീകരണം ഏറ്റവും വലുത് തന്നെയാണ്. മറ്റേതൊരു സമ്മാനത്തെക്കാളും വലുതാണ് പിച്ച വെച്ച് നടന്ന നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും വലിയൊരു ജനാവലിയുടെ മുന്നിൽ ഒരു ആദരവ് കിട്ടുക എന്നുള്ളത്. ഇൻ്റർനാഷണൽ പവർ ലിഫ്റ്റിങ്ങിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും സമ്മാനം നേടുക, ഒരു സ്വർണ്ണം ഉൾപ്പെടെ 2 വെള്ളി, അങ്ങനെ ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് അർഹയായിട്ടാണ് നമ്മുടെ അഷിക സന്തോഷ് ഇവിടെ സന്നിഹിതയായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഏറെ കായിക പാരമ്പര്യമുള്ള ഒരു നാടാണ് തലശ്ശേരി. ആ തലശ്ശേരിയിൽ ഒരു പൊൻതൂവൽ കൂടി ചേർത്തിരിക്കുകയാണ് അഷിക സന്തോഷിൻ്റെ ഈ വിജയം. കുളശ്ശേരിക്കാർക്ക് നല്ലൊരു ഭാഗ്യമുണ്ട്. കാരണം നല്ലൊരു അത്ലറ്റിനെ, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ലോകം അറിയപ്പെടുന്ന ഒരു നല്ല ഇൻ്റർനാഷണൽ പവർ ലിഫ്റ്റ് ചാമ്പ്യനായിട്ടുള്ള ഇവർ ഭാവിയിൽ നല്ലൊരു ലോകോത്തര അത്ലറ്റായിട്ട് ഉയരട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പവർ ലിഫ്റ്റർ അഷിക സന്തോഷ് മാൾട്ടയിൽ നിന്നും, യൂറോപ്പിലെ മാൾട്ടയിൽ നിന്നും ഒരു സ്വർണവും 2 വെള്ളിയും നേടി നാട്ടിലേക്ക് വന്നിറങ്ങി വീട്ടിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ഇത്തരമൊരു സ്വീകരണം ഒരുക്കാൻ ഈ നാട് തയ്യാറായതിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടും ഇവിടുത്തെ ജനപ്രതിനിധി നിലയിൽ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. അഷിക സന്തോഷ് തലശ്ശേരിക്കാരുടെ കളിയല്ല യഥാർത്ഥത്തിൽ ഈ പവർ ലിഫ്റ്റിംഗ്. നമ്മളൊന്നും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പവർ ലിഫ്റ്റിംഗ് ഒക്കെ കേവലം ടി വിയിൽ മാത്രം കണ്ട് പരിചയം എനിക്കൊക്കെ ഉള്ളൂ. നമ്മുടെ സ്പോർട്സ് ക്രിക്കറ്റും ഹോക്കിയും ബാസ്കറ്റ്ബോളും പിന്നെ ഫുട്ബോളുമാണ്. തലശ്ശേരിയിൽ ജനിച്ച എല്ലാവർക്കും അറിയുന്ന കളി ക്രിക്കറ്റും ബാസ്കറ്റ്ബോളും ഹോക്കിയും ഫുട്ബോളുമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ പാതയാണ് അഷിത വെട്ടി തുറന്നത്. അത് പവർ ലിഫ്റ്റിംഗ് മേഖലയിലാണ്. ആ പവർ ലിഫ്റ്റിംഗ് മേഖലയിൽ പങ്കെടുത്തുവെന്ന് മാത്രമല്ല, അത് പരിശീലിച്ചു. അതിലേറ്റവും അഭിമാനകരമായ നേട്ടവും കൈവരിക്കാൻ അഷിതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ കാണേണ്ടത് ഒരു സാധാരണ കുടുംബമാണ്. സാധാരണ കുടുംബാംഗമായ ഒരു പെൺകുട്ടി. സാധാരണ സ്പോർട്സിൽ ഗോഡ് ഫാദർമാരുണ്ടാകും. അങ്ങനെ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ പിറന്ന് അവിടെ നിന്നും അസാമാന്യമായ വിൽപ്പവർ, ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഈ നിലയിലേക്ക് ചെറുപ്രായത്തിലെത്താൻ അഷികയ്ക്ക് കഴിഞ്ഞു. അത് അഷികയുടെ അസാമാന്യമായ വിൽപ്പവർ തന്നെയാണ്. പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ആ ഘടകങ്ങൾക്ക് മുന്നിലൊന്നും അഷിക തളർന്നില്ല. അസാമാന്യ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയി. അത് ഡിറ്റർമിനേഷനാണ്. നമുക്ക് വേണ്ടത് അത് നേടുമെന്നൊരു ഡിറ്റർമിനേഷനാണ്. ആ ഡിറ്റർമിനേഷൻ കൊണ്ടാണ് ഇന്നിവിടെ സ്വീകരണത്തിന് അഷികയ്ക്ക് എത്താൻ കഴിഞ്ഞത്. അഷിക സേക്രഡ് ഹാർട്ടിൽ പഠിച്ചു 10ാം ക്ലാസ് വരെ. +2 സെൻറ്റ് ജോസഫ്സ് പഠിച്ചു. പിന്നെ നമ്മളൊക്കെ പഠിച്ച ബ്രണ്ണനിലാണ്. ബ്രണ്ണനിൽ ഇപ്പോൾ ഡിഗ്രിയും PGയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രണ്ണനിൽ പഠിച്ച ആളാണ് ഞാൻ. അവിടെ ഒരു പവർ ലിഫ്റ്റിംഗ് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. ബ്രണ്ണനിൽ അതിനുള്ളൊരു സൗകര്യമില്ല. ഇപ്പോഴും അവിടെ തന്നെ ചെയ്യാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ, സുവോളജിയാണ്. ഇവിടെ ആമുഖ ഭാഷണത്തിൽ സുരേഷ് ബാബു സൂചിപ്പിച്ചു, ഒരു സയൻസ് വിദ്യാർത്ഥിനിക്ക് എങ്ങനെയാണ് ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിൽ സജീവമാകാൻ കഴിയുക? നിങ്ങൾ തലശ്ശേരിക്കാരായ സ്പോർട്സ് താരങ്ങളിൽ 90% ആർട്സ് തരാം. കാരണം ഇവരെപ്പോഴും കളിക്കാൻ പോണ്ടി വരും. സയൻസ് ആകുമ്പോൾ പ്രാക്ടിക്കൽ ഉണ്ടാവും, റെക്കോർഡ് ഉണ്ടാവും. പ്രാക്ടിക്കലും റെക്കോർഡൊക്കെ വെക്കാൻ
സാധാരണ സയൻസ് സ്ട്രീം പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റില്ല. കാരണം ഇവരിപ്പോൾ കളിക്കാൻ പോകണം, കളിച്ച് വരുമ്പോഴേക്കും സ്വാഭാവികമായും ലാബ് നഷ്ടപ്പെടും. ലാബ് നഷ്ടപ്പെടുമ്പോൾ ലാബ് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നു വരും. അവിടെയാണ് അഷിക MSc സുവോളജിയാണ്. MSc സുവോളജി ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ, പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ മാൾട്ടയിലേക്ക് പോയത്. അവിടെ നിന്നും ഇവിടെ നേരത്തെ സുരേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ സ്കൗട്ട് നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങളും ഭൂരിഭാഗം ആൾ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോൾ ചിലർ തലയാട്ടി പറയും എനിക്കറിയാമെന്നൊക്കെ പറയും. അറിയുന്നവരുണ്ടെങ്കിൽ നല്ലത്. സാധാരണ നിലയിൽ നമുക്ക് ആർക്കും പവർ ലിഫ്റ്റിനെ കുറിച്ച് വലിയ അറിയില്ല. സായി സെൻറ്ററിൽ ജിംനാസ്റ്റിക്കിൽ ചേർന്ന കുട്ടിയാണ്. സായി സെൻറ്ററുള്ളത് കൊണ്ട് ഫെൻസിംഗ് ഒക്കെ നമുക്കറിയാം. സായി സെൻറ്ററുള്ളത് കൊണ്ട് ജിംനാസ്റ്റിക് കളിക്കുന്ന കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സായി സെൻറ്ററിൽ ജിംനാസ്റ്റിക് ചേർന്ന കുട്ടി കോവിഡ് കാലം വന്നപ്പോൾ അവിടെ നിന്ന് മെല്ലെ ഒരു പുതിയ ഇവൻറ്റിലേക്ക് മാറുകയാണ്. അതാണ് പവർ ലിഫ്റ്റിംഗ്. ആ പവർ ലിഫ്റ്റിങ്ങിൽ പങ്കെടുത്തു. പവർ ലിഫ്റ്റിംഗ് പരിശീലിച്ചത് തൃശ്ശൂരിൽ വെച്ചാണ്. നല്ല ജിമ്മ് വേണം. ഞാൻ ചോദിച്ചു, ജിമ്മിന് എന്താ പ്രത്യേകത? സാധാരണ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ റബ്ബർ പ്ലേറ്റ്സ് ആണ് പൊന്തിക്കുക. നിങ്ങളെല്ലാ ജിംനേഷ്യത്തിൽ പോയാലുണ്ടാകുന്ന റബ്ബർ പ്ലേറ്റ്സ് ആണ്. ഇത് സ്റ്റീൽ പ്ലേറ്റ്സ് വേണം. സ്റ്റീൽ പ്ലേറ്റ്സ് പൊന്തിക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് ABCD അറിയാത്തതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഈ കുട്ടിയോട് ഞാൻ സംസാരിച്ച് ചോദിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് സാധാരണ ഒരു പവർ ലിഫ്റ്റിംഗ് സെൻറ്ററിനകത്ത് ജിംനേഷ്യത്തിൽ പോയാൽ അവിടെയൊക്കെ വെയിറ്റ് എടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും എന്തേ നിങ്ങൾ ജിമ്മിൽ അങ്ങ് തൃശ്ശൂരിൽ പോകാൻ കാരണം? അപ്പോൾ പറഞ്ഞു ഇവിടെയൊക്കെ ഉള്ളത് റബ്ബർ പ്ലേറ്റ്സ് ആണ്. റബ്ബർ പ്ലേറ്റ്സിൽ എടുത്താൽ പരിശീലനം പൂർത്തിയാവില്ല. അതിന് വേണ്ട സ്റ്റീൽ പ്ലേറ്റ്സ് ആണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ ഇപ്പം നമ്മൾ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കാൻ പോകുന്ന ജിംനേഷ്യത്തിൽ നമ്മുടെ നാട്ടിലൊരു കുട്ടിയാണല്ലോ, സ്റ്റീൽ പ്ലേറ്റ്സ് എല്ലാവരും ഉപയോഗിക്കുക. പറഞ്ഞു എല്ലാവരും ഉപയോഗിക്കില്ല, കാരണം ഇഞ്ചുറി സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും പവർ ലിഫ്റ്റിങ്ങിൽ പങ്കെടുത്ത് മാൾട്ടയിൽ നിന്ന് സ്വർണം നേടിയിരിക്കുന്നു. ഇത് വലിയ അംഗീകാരമാണ്. സ്പോർട്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഏത് ആക്ടിവിറ്റീസ് ആവട്ടെ. ഒരു പുതിയ മേഖല അഷിക പോയത് പവർ ലിഫ്റ്റിങ്ങിലാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പ്രൊമോട്ട് ചെയ്യണം. ഈ വെറും പഠിപ്പുണ്ടല്ലോ, ഈ രക്ഷിതാക്കളുടെ പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ, പഠിക്ക്. അതാണ് കുട്ടികളുടെ ആരോഗ്യം പോക്കിയത്. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളോടും എൻ്റെ പ്രസംഗം കേൾക്കുന്നതോടും പറയുന്നത്, വെറും സ്പോർട്സ് കൊണ്ട് മാത്രം കാര്യമില്ല. സ്പോർട്സും വേണം, പഠനവും വേണം. അത് അഷികയാണ് അതിൻ്റെ ഉദാഹരണം. രണ്ടും ഒരുപോലെ കോമ്പൻസേറ്റ് ചെയ്തു. തലശ്ശേരിക്കാരൻ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഞങ്ങളൊക്കെ തലശ്ശേരി സ്റ്റേഡിയത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ കണ്ടവർക്ക് പ്രത്യേകത, അവർ വെറും സ്പോർട്സ് ആയിരിക്കും. പ്രീ ഡിഗ്രി കൊണ്ട് പഠനം കഴിഞ്ഞു. എല്ലാവരും ബ്രണ്ണൻകുളി പ്രീ ഡിഗ്രിക്ക് എത്തിയിട്ടുണ്ടോ? കാരണം എന്താ, സ്കൂൾസിൽ സംസ്ഥാന സ്കൂൾസ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവും, ഹോക്കി കളിച്ചിട്ടുണ്ടാവും, ബാസ്കറ്റ് കളിച്ചിട്ട് ഗ്രേസ് മാർക്ക് ഉണ്ടാവും. ആ ഗ്രേസ് മാർക്കും കൊണ്ട് നേരെ ബ്രണ്ണൻകുളി പോയി ചേരും. 2 കൊല്ലം കൊണ്ട് പണി കഴിഞ്ഞു. തിരിച്ച് ഒന്നുകിൽ ഗൾഫ് പോവും, അല്ലെങ്കിൽ നാട്ടിലേക്ക് വരും. ഇതാണ് ഞാൻ കണ്ട സ്പോർട്സ് താരങ്ങൾ. അതിൽ റയർ ഉണ്ടാവുക, എല്ലാം ഒരിടത്ത് കാണണ്ട. നിങ്ങൾ റയർ അത്യപൂർവങ്ങളായി ചിലരൊക്കെ മറ്റു രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അഷിക പഠനവും സ്പോർട്സിനെയും ഒന്നിച്ച് സിങ്ക് ചെയ്ത് കൊണ്ടുപോയി. രണ്ടും സിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഇനിയും പഠിക്കണം, ഇനിയും കായിക മേഖല ഊന്നൽ നടത്തി മുന്നോട്ട് പോകണം. ഒപ്പം ഒരു സാധാരണ കുടുംബാംഗമായതുകൊണ്ട് ജോലിയും അനിവാര്യമാണ്. എല്ലാ കാലത്തും നാട്ടുകാർക്ക് സഹായിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതൊരു ജോലിയും വേണം. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ പിന്മാറണമല്ലോ. അപ്പം അതിന് ഇപ്പോൾ അഷിക അർഹയായി. സാധാരണ നിലയിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുത്താൽ ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ ഇൻ്റർനാഷണൽ ഇവൻറ്റ് പങ്കെടുക്കണം. ഇൻ്റർനാഷണൽ ഇവൻറ്റിൽ പങ്കെടുത്താൽ പോരാ, ഇൻ്റർനാഷണൽ ഇവൻറ്റിൽ മെഡൽ കിട്ടണം. അപ്പോൾ ഒരു സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടാൻ കൂടി അഷിക പ്രാപ്തമായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അഷികക്ക് ജോലി കിട്ടാൻ ആവശ്യമായ ശ്രമം നടത്തണം. ശ്രമം നടത്താനേ പറ്റും. ഇനി സ്പീക്കർ വന്നിട്ട് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, കൃത്യമായി കേട്ടോളണം. ശ്രമം നടത്തണം. കാരണം ഒരു സാധാരണ കുടുംബാംഗമാണ്. ആ കുടുംബത്തിലെ കുട്ടിയെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം.
ആദ്യം തന്നെ ഈ ഉന്നത വിജയം നേടിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വാഗത ഭാഷണത്തിൽ ആശംസ പറഞ്ഞിട്ടുള്ള നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടിയായ അഷികയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടി നമ്മൾ ഇതുപോലൊരു അനുമോദന ചടങ്ങ് അഷികയ്ക്ക് വേണ്ടി നമ്മൾ നടത്തും. ആ അവസരത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കും. ഒളിമ്പിക്സ് മത്സരത്തിൽ സ്വർണം നേടാൻ പോകുന്ന അഷികയ്ക്ക് മുൻകൂറായി എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അഭിമാനമായ ഈ നേട്ടം നൽകി ഇവിടെ എത്തിയ അഷികയ്ക്ക് ജന്മനാട്ടിൽ നൽകിയ സ്വീകരണത്തിന് ഈ സംഘാടന സമിതിക്ക് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ അഷിക ഇൻ്റർനാഷണൽ പവർ ലിഫ്റ്റിങ്ങിൽ ഒരുപാട് മെഡലുകൾ വാരിക്കൂട്ടി. ഇതേപ്പറ്റി ഈ പവർ ലിഫ്റ്റിങ്ങിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇപ്പോൾ ലിജേഷ് ഇവിടെ പറഞ്ഞു ഒളിമ്പിക്സിൽ മെഡൽ കിട്ടട്ടെ എന്ന്. അപ്പോൾ ആണ് അഷിക പറഞ്ഞത് ഈ പവർ ലിഫ്റ്റിങ്ങിനത് ഒളിമ്പിക്സിലില്ല. എന്നിരുന്നാലും ഒരുപാട് ലോകോത്തര മത്സരങ്ങളിൽ ഒരുപാട് മെഡലുകൾ വാരിക്കൂട്ടി ഇനിയും ഒരുപാട് പ്രശസ്തിയിലെത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പവർ ലിഫ്റ്റിങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ അഷിക സന്തോഷിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു. അഷിക സന്തോഷിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. കാരണം ലോക ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂരിലെത്തുന്ന രണ്ടാമത്തെ മെഡലാണ്. ആദ്യത്തെ മെഡൽ ലോക ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ KLIC എന്ന വനിതയും, രണ്ടാമത്തെ ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ അഷിക സന്തോഷിനുണ്ട്. മൊത്തത്തിൽ കണ്ണൂരിലെത്തുന്ന 5ാമത്തെ അന്തർദേശീയ മെഡൽ. 1982 മുതൽ ഒരു പവർ ലിഫ്റ്റർ, വെയ്റ്റ് ലിഫ്റ്റർ എന്ന നിലയിലും അതേ നേരം തന്നെ ഒരു സംഘാടന എന്ന നിലയിലും പവർ ലിഫ്റ്റിങ്ങുമായി ഞാൻ പ്രവർത്തിച്ചു വരുന്നു. സത്യത്തിൽ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ കണ്ണൂരിലേക്ക് അന്തർദേശീയ മെഡൽ വരണം. കാത്തു നിൽക്കേണ്ടി വന്നു 2017 വരെ. നോക്കണം, 2017 ആദ്യത്തെ ഏഷ്യൻ മെഡൽ കണ്ണൂരിലെത്തി. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, 3 ഏഷ്യൻ മെഡലും അഷികയടക്കം 2ാമത്തെ ലോക ചാമ്പ്യൻഷിപ്പ് മെഡലും കണ്ണൂരിലെത്തി. വർഷങ്ങൾ മുമ്പേ തന്നെ ഞാൻ അഷികയെ ശ്രദ്ധിച്ചിരുന്നു. സ്കൂൾ തലങ്ങളിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലും ഒരു മികച്ച ലിഫ്റ്ററിന്റെ ലക്ഷണങ്ങൾ അഷികയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ അഷികയുടെ പരിശീലകരുമായി എപ്പോൾ ഒരു ചർച്ച നടത്തും. ചില സമയങ്ങളിൽ മാത്രം അഷിക പെർഫോം ചെയ്യുന്നു, ചില സമയങ്ങളിൽ മാത്രം അഷികനെ കാണാനില്ല. കാരണം ഇപ്പം പറഞ്ഞതുമാതിരി പഠിപ്പും സ്പോർട്സുമായി ഇംബാലൻസ് ചെയ്യാൻ ആ കുട്ടി പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ ഒറ്റ കാരണമായിരുന്നു. പക്ഷെ ആ കുട്ടി ഇന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ മാതിരി അതിലും വിജയിച്ചിരിക്കുന്നു. പഠിപ്പും സ്പോർട്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആ കുട്ടി നമ്മൾ കാണിച്ചു തന്നു. എന്തെന്നായാലും ഒരു കാര്യം ഓർക്കുക, അഷിക ജൂനിയർ തലത്തിൽ മാത്രം ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടി. ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. സീനിയർ തലത്തിൽ മെഡൽ നേടണം. അത് ഒരുപാട് കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. ഈ നാട്ടിൻ്റെ പ്രചോദനവും കണ്ണൂരിലും കേരളത്തിൻ്റെയും പ്രോത്സാഹനം അഷികയ്ക്ക് എന്നും ഉണ്ടാവും. അത് അഷിക ചോദിച്ചു വാങ്ങണം, എന്താവശ്യമുണ്ടായിരുന്നാലും. നമ്മുടെ നാട്ടിലുള്ള പല കായിക താരങ്ങൾക്കും വളർന്നു വരുന്ന പ്രതിഭകൾക്കും അവർ അർഹിക്കുന്ന തരത്തിലുള്ള പ്രോത്സാഹനവും സപ്പോർട്ടും ലഭിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും അത് ലഭിക്കാത്ത അവസ്ഥ കാണുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായും പല കായിക താരങ്ങളെയും കായിക സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരുകൾ, അത് പവർ ലിഫ്റ്റിംഗിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റ് പല കായിക മേഖലയിലും അത്തരമൊരു പ്രശ്നങ്ങളുണ്ട്. കായിക സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോര് കാരണം പലപ്പോഴും പല അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തേണ്ട കായിക താരങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള അംഗീകാരം ലഭിക്കാത്ത അവസ്ഥ. ഒരു ദേശീയ അന്തർദേശീയ തലത്തിൽ
മത്സരിച്ച ഒരു കായിക താരത്തിന് സ്വാഭാവികമായും ആ കായിക താരം അർഹിക്കുന്ന തരത്തിലുള്ള എല്ലാ അംഗീകാരവും ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് എം ഷംസീർ അവർകൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അശ്വിനയ്ക്ക് എല്ലാവിധ വാഗ്ദാനവും അദ്ദേഹം നൽകി. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി, ഒരു പ്രോത്സാഹനമായി നമുക്ക് കാണാം. നമ്മുടെ അഷിക പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ജില്ലയുടെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സുയർത്തി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി എന്ന് പറയുവാൻ സാഹചര്യം ലോക നിലവാരത്തിലുള്ള ഒരു മെഡൽ നേടണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, എളുപ്പമല്ല. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഞാൻ ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ പറഞ്ഞതാണ്. നമ്മുടെയൊക്കെ അഭിമാനമാണ്. നേരത്തെ മോഹൻ പീറ്റർ സാർ ഇവിടെ പറഞ്ഞു, ജൂനിയർ വിഭാഗത്തിലാണ് വേൾഡ് തലത്തിൽ അവർ മെഡൽ നേടിയിരിക്കുന്നത്. ഒരു സ്വർണവും 2 വെള്ളി മെഡലും നിസ്സാര നേട്ടമൊന്നുമല്ല. അത് സീനിയർ തലത്തിലേക്ക് വരണമെങ്കിൽ, നമ്മൾ നേടണമെങ്കിൽ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ചിട്ടയായുള്ള പരിശീലനം വേണം. അത് എല്ലാ മേഖലകളിലും നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മുന്നോട്ട് പോക്കിൻ്റെ പ്രയാണത്തിൽ നമ്മുടെ നാടും ഒപ്പം അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം തർക്കമില്ല. എങ്കിലും നാളുകളിൽ അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സുയർത്തുന്ന കായിക താരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ ഈ പ്രദേശത്ത് നിന്നാലും ശരി, ഡൽഹിയിൽ നിന്നാലും ചെങ്കോട്ടിൽ നിന്നാലും ശരി, എവിടെ നിന്നായാലും ശരി, അവർക്ക് അതിനുള്ള ഊർജവും കരുത്തും നമ്മളെ നാട്ടുകാരും പകരണം. ഒപ്പം തന്നെ ലക്ഷ്യസ്ഥാനത്തെ കുതിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയ കായിക താരം അഷിക സന്തോഷം ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആഷിക ഇന്ന് ഒരു പരിപാടിക്ക് പോകുന്നെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചത് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായിട്ടുണ്ടാവും. അപ്പോൾ ആ ദിവസം മുതൽ ഞാനിങ്ങനെ ആലോചിക്കുകയുണ്ടായിരുന്നു, ലോക ചാമ്പ്യൻഷിപ്പിൽ പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് റെപ്രസെൻറ്റേഷൻ കിട്ടാനുള്ള വളരെ വിരളമായിട്ടുള്ള കുറച്ച് കുട്ടികളെ ഉണ്ടാവാറുള്ളൂ. അതിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റായിട്ട് കോളേജിലുള്ള ഒരു കുട്ടിക്ക് അത് സാധിച്ചതിൽ എനിക്ക് അന്ന് തന്നെ വലിയ അഭിമാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി അവിടെ ചെന്ന് ഇങ്ങനെ ഒരു ഗോൾഡ് മെഡലും 2 സിൽവർ മെഡലും നേടിയെന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതിയായ സന്തോഷമുണ്ടായി. അത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല, യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോളേജുകൾക്കും അതൊരു വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരു സെനറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കതിൽ വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ്. ആഷിതയ്ക്ക് ഈ ഒരു അവസരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫ്രറ്റേണിറ്റിയുടെ ഭാഗത്തുനിന്നും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ സമയത്ത് ഞാൻ നേരുകയാണ്. സമിതിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നാട്ടിന്റെ അഭിമാനത്തിനെ നാട്ടിന്റെ അഭിമാനമായ ഓട്ടോറിക്ഷയുടെ പ്രതിനിധി ശ്രീമൻ വി മജേഷ് ആദരിക്കുന്നു. നന്ദി. വിനയപൂർവ്വം ക്ഷണിക്കും. വീട്ടുകാരല്ല ഒരുപാടിനോടാണ്. കാരണം നാഷണൽസിൽ മെഡൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു ഇന്റർനാഷണൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം ആ ഒരു ഫണ്ട് എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ എനിക്ക് സുരുവേട്ടനെ ഒരു പ്രാവശ്യം വിളിച്ച് ഇത് പറഞ്ഞപ്പം വേറൊന്നും തിരിച്ചു പറഞ്ഞില്ല, ഫണ്ട് വേണമല്ലേ, ഓക്കെ പറഞ്ഞു. അത് അത്രയും നല്ല രീതിയിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സുരുവേട്ടൻ അങ്ങനെ ചെയ്തെന്നുകൊണ്ടാണ് ഇന്ന് പോകാൻ പറ്റിയത്. പിന്നെ വീട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, വൈസ് ചാൻസലർ അജു സാർ, ഷംസീർ സാർ, പിന്നെ എല്ലാവർക്കും ഇന്ന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട യതീന്ദ്രൻ മാഷ്ക്ക് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും വളരെയേറെ ഹൃദ്യമായ, വളരെ സന്തോഷത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണം നമുക്കെപ്പോഴും ഒരു പ്രചോദനം തന്നെയാണ്. അതുപോലെ ഈ പരിപാടിയിൽ ഈ വരവേൽപ്പിന് സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് വി രത്നാകരൻ സർ, അദ്ദേഹം സംഘാടക കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. പിന്നെ ആമുഖം പറഞ്ഞ ശ്രീ പി സുരേഷ് ബാബു, രക്ഷാധികാരി സംഘാടന സമിതി.
അധ്യക്ഷ ശ്രീ ജമുന റാണി ടീച്ചർ, നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ ജമുന റാണി ടീച്ചർ, ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ അഡ്വക്കേറ്റ് എൻ ഷംസീർ, നമ്മുടെ പ്രിയപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ, പിന്നെ ഇവിടെ നമ്മുടെ ഉപഹാരം നൽകി എല്ലാവരെയും എന്താ പറയുക, ആ കുട്ടിക്ക് പ്രചോദനമായ ആഷിക സന്തോഷിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനം നൽകിയ പ്രിയപ്പെട്ട നാട്ടുകാർ, അതുപോലെ അനുമോദന പ്രസംഗങ്ങൾ നടത്തി ആശംസകൾ അർപ്പിച്ച ശ്രീ കെ ലിജേഷ്, നമ്മുടെ എല്ലാം സ്വന്തമായ നഗരസഭ അംഗമായ ശ്രീമതി ഷീജ, ശ്രീ എൻ മോഹനൻ, അദ്ദേഹവും ഇവിടെ ആശംസ അർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ സെക്രട്ടറി ശ്രീ മോഹനൻ പീറ്റർ, ഡയറക്ടർ ഇൻചാർജ് എസ് സായി തലശ്ശേരിയുടെ ശ്രീ മനോജ് പി സി, സെൻസായി സി എൻ മുരളി, നമ്മുടെ എല്ലാം അറിയപ്പെടുന്ന ജൂഡോ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ്, അതുപോലെ അരുണാചലം സർ, ഇവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അഷികയോട് തന്നെയാണ്. കാരണം നമ്മുടെ നാടിൻ്റെ യശസ് ഇത്രയോളം ഉയർത്തിപ്പിടിച്ചതിനെ നമ്മൾ ഒരുപാട് ആ കുട്ടിയോട് നന്ദി പറയാനുണ്ട്. എന്തായാലും ഇനി ഉയരങ്ങൾ കീഴടക്കി നമ്മുടെ എല്ലാം എന്താ പറയുക, ഇനിയുള്ള അടുത്ത ഘട്ടങ്ങളിലും ജൂനിയർ പവർ ലിഫ്റ്റിങ്ങിലാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത ഇതിലേക്ക് പോയി നമ്മുടെയൊക്കെ നാടിൻ്റെ യശസ് ഉയർത്തട്ടെ. നമ്മുടെ കേരളത്തിൻ്റെ, തലശ്ശേരിയുടെ മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും എല്ലാ കാര്യങ്ങളിലും കുട്ടിക്ക് പ്രതിനിധാനം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സാറാണ് ഇനി നമ്മുടെ എല്ലാം പ്രതീക്ഷ സാറിലാണ്. കാരണം സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് അവതരിപ്പിച്ച് ആ കുട്ടിക്കുള്ള എല്ലാ പ്രചോദനങ്ങളും നൽകാൻ സാറിൻ്റെ സഹായം നമ്മുടെ ഈ നാട്ടുകാർക്ക് വേണം. അതും സാറിന് നമ്മളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ സൈഡിൽ നിന്ന ഒരാൾ പോലും എഴുന്നേറ്റ് പോയിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടില്ല. അതിനുള്ള കാരണം ഈ നാട് നിങ്ങളുടെ നാട്ടിൻ്റെ പ്രിയപ്പെട്ട മോളെ എപ്രകാരത്തിൽ സ്നേഹപൂർവ്വം കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. അഭിനന്ദനം മുഴുവൻ ആളുകളെയും അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭാ മെമ്പർമാർ കുറേ പേർ വേദിയിൽ വന്നില്ലെങ്കിലും ഈ ചടങ്ങിന് തലശ്ശേരിയുടെ അഭിമാനമായി അഷിക ഉയർന്നു വന്നതിലുള്ള അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനോടൊപ്പം ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒറ്റ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്, അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് പിറകിൽ പാനൂരിലെ മൊകേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ CK മേനോൻ എന്ന് പറയുന്ന പത്മഭൂഷൺ അവാർഡ് നേടിയിട്ടുണ്ടായിരുന്ന ആൾ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തു. സൈനുൽ അബ്ദീൻ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ്റെ വീട്ടിനടുത്ത് നാട്ടിലാണ് ആ പള്ളി. ആ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞപ്പോഴേ അന്ന് കോമ്പിയറായി നിൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മുഖ്യമന്ത്രി അടക്കമുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, മതസാമൂഹ്യ രംഗത്തെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒന്നിച്ചു വരികയും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു നിൽക്കുകയും ചെയ്തു. അവിടെ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ചിലരൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്നയാളുമായിട്ട് മിണ്ടിയിട്ട് 10 വർഷം കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഇവിടെ കൊടശ്ശേരിയിൽ ഇതൊരു പുതിയ അധ്യായമാണ്. സ്നേഹ സാഹോദര്യത്തിൻ്റെ ഒരു പുതിയ വേദി നമ്മുടെ അഷികയിലൂടെ തുറന്നു കിട്ടുകയാണ്, സാഹോദര്യത്തിൻ്റേത് എന്നതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. അഷികയ്ക്ക് നിങ്ങൾ നൽകിയ ഈ സ്നേഹ സ്വീകരണത്തിൽ അതിൻ്റെ എല്ലാ രംഗങ്ങളിലും പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷയുടെ അനുവാദത്തോടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷയുടെ അനുവാദത്തോടെ യോഗ നടപടികൾ ഇവിടെ പൂർണ്ണമായി